Good morning, friends. +2 അക്കൗണ്ടൻസി ചാപ്റ്റർ 2 തന്നെയാണല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എവിടെ എത്തി ചാപ്റ്റർ? ഏകദേശം കഴിയാനായോ? കുറച്ചും കൂടെ ഉണ്ട് അല്ലേ? 2 ആഴ്ചൻ്റെ ഉള്ളിലൊക്കെ കംപ്ലീറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. 2 ആഴ്ച ഒന്നും വേണ്ടി വരില്ല, ആകെ 4-5 ക്ലാസ് അല്ലേ ഒരാഴ്ച കിട്ടുന്ന, 3 ക്ലാസ്സാണ്. അപ്പോൾ 2 ആഴ്ച വേണ്ടി വരും. നോക്കാം, നമുക്ക് കംപ്ലീറ്റ് ആവും പെട്ടെന്ന്. അപ്പോൾ ചാപ്റ്റർ 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്, പാർട്ട്ണർഷിപ്പിൻ്റെ അല്ലേ. ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പഠിച്ചു, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കലെന്ന് പഠിച്ചു. ഇതൊക്കെ പഠിച്ചു അല്ലേ. അതേപോലെ നമുക്കൊരു അക്കൗണ്ടും കൂടെ പഠിക്കാനുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെയാണ്. ബട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ കണ്ടെത്തും. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അത് കണ്ടെത്തിയതിനു ശേഷം നമ്മൾ പുതുതായിട്ടൊരു അക്കൗണ്ട് പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ നമ്മൾ ഉണ്ടാക്കും. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ട്നേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പോലെയുള്ള കാര്യങ്ങളുണ്ടാവും. അത് അവർ കൊണ്ടുവരുന്നത് എഴുതേണ്ടത് പാർട്ട്ണർഷിപ്പിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു പാർട്ട്നേഴ്സിൻ്റെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാം, സാലറി കൊടുക്കാം. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കാം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാം. അതുപോലെ തന്നെ കമ്മീഷൻ ഉണ്ടെങ്കിൽ കമ്മീഷൻ കൊടുക്കാം. അതായത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് പാർട്ട്നേഴ്സിന് എന്ത് കൊടുക്കേണ്ടത്, സാലറി കൊടുക്കേണ്ടത്. ഇത് പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് പാർട്ട്ണർഷിപ്പിന് സാലറി കൊടുക്കേണ്ടത്, പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കേണ്ടത്, കമ്മീഷൻ കൊടുക്കേണ്ടത്, അങ്ങനെ എന്തുണ്ടെങ്കിലും ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ്. ഓക്കെ, അപ്പോൾ കാര്യം സിമ്പിളായിട്ട് പറയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു ബിസിനസ്സിന് ഉണ്ടാക്കുന്ന സാധാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം പാർട്ട്ണർഷിപ്പിൻ്റെ കേസിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പുതുതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതെന്താണ്, നിലവിൽ കിട്ടിയ പ്രോഫിറ്റിനെ അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ആർക്ക്? പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ. ഏതൊക്കെ രീതിയിൽ? ചില പാർട്ട്നേഴ്സ് ബിസിനസ്സിൽ വർക്ക് ചെയ്ത് ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന പാർട്ട്നേഴ്സ് ആയിരിക്കും, വർക്കിംഗ് പാർട്ട്നേഴ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് നമ്മൾക്ക് എന്ത് ചെയ്യണം, സാലറി കൊടുക്കണം. ചില പാർട്ട്നേഴ്സ് ഉണ്ടാവും ക്യാപിറ്റൽ ആയിരിക്കും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അവർ വർക്കിംഗ് പാർട്ട്നേഴ്സ് ചില സന്ദർഭങ്ങളിൽ ക്യാഷ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ക്യാപിറ്റലായിട്ട്, അവരവിടെ വർക്ക് ചെയ്യായിരിക്കും. അങ്ങനത്തെ അവർക്ക് സാലറി കൊടുക്കും. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ചില സന്ദർഭങ്ങളിൽ ക്യാപിറ്റൽ എല്ലാവരും ഒരേ രീതിയിലല്ല ബിസിനസ്സിൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന് എന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് എന്ത് ചെയ്യണം, അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥ ലക്ഷ്യം. എന്നിരുന്നാലും ഇനി അങ്ങനെയൊന്നും അല്ല എന്നുണ്ടെങ്കിലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം. സാലറി, കമ്മീഷൻ, ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാനുണ്ട് പാർട്ട്നേഴ്സിന്. അത് കൊടുത്തു കഴിഞ്ഞ ശേഷം വല്ല പ്രോഫിറ്റും ബിസിനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള എമൗണ്ട് പാർട്ട്നേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും, ഷെയറായിട്ട്, അവരുടെ യഥാർത്ഥ പ്രോഫിറ്റിൻ്റെ ഷെയറായിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ബിസിനസ്സിൽ ഉള്ള യഥാർത്ഥ പ്രോഫിറ്റിനെ പാർട്ട്നേഴ്സിന് സാലറി, കമ്മീഷൻ, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നൊക്കെ രീതിയിലുള്ള ബാക്കി എമൗണ്ട് കൂടെ
നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ കാണിച്ചതിന് ശേഷം ബാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി എത്ര പ്രോഫിറ്റ് ഉണ്ട് അതാണ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുക, വീതിക്കുക. ഓക്കെ, ഇതിൻ്റെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇല്ലാതെ തന്നെ ഇത് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ നമുക്കറിയാം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കാൻ പാടുള്ളൂ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കും വ്യത്യസ്ത രീതിയിൽ. ഇനി പ്രോഫിറ്റ് ഇല്ല, അപ്പോൾ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കണം. ലോസ് അപ്രോപ്രിയേറ്റ് ചെയ്ത് കൊടുക്കൂല പാർട്ട്നേഴ്സിന്. അത്തരം സന്ദർഭങ്ങളിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ളത് ഇങ്ങോട്ട് വാങ്ങിക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കൂല, സാലറി കൊടുക്കൂല ലോസിൻ്റെ സന്ദർഭങ്ങളിൽ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഇതിൽ ലോസ് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല എന്നാണ്, കാരണം ഫുൾ ചെയ്യേണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഒരു തിയറി നിങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എഴുതിയെടുക്കുക എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ജസ്റ്റ് ഒരു എക്സ്റ്റൻഷനാണ്, അതിൻ്റെ ഒരു കൂടുതൽ എക്സ്ട്രാ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, എക്സ്റ്റൻഷനാണ് എന്നാണ് നമ്മൾ പറയുന്നത്. It is prepared to show and is prepared to show how net profit has been distributed among partners. നിലവിലുള്ള പ്രോഫിറ്റ്, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എങ്ങനെയാണ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ വീതിച്ചത് എന്ന് പ്രത്യേകം കാണിക്കാനുള്ള അക്കൗണ്ടാണെന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. അത് പല രീതിയിലാണ്. യഥാർത്ഥത്തിൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് തന്നെ ചില നല്ലോണം വർക്ക് ചെയ്യുന്ന പാർട്ട്നേഴ്സിന് സാലറി എന്ന രീതിയിൽ കുറച്ച് പ്രോഫിറ്റ് എടുത്തു കൊടുക്കും. നല്ല ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകൾക്ക് ആ ഒരു രീതിയിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ കുറച്ച് അധികം കൊടുക്കും. വല്ലാതെ ഡ്രോയിങ്സ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവരുടെ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് വാങ്ങി അതും ബിസിനസ്സിൻ്റെ പ്രോഫിറ്റാക്കി മാറ്റിയിട്ട് പാർട്ട്നേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ കമ്മീഷൻ ഉണ്ടെങ്കിൽ ചില പാർട്ട്നേഴ്സിന് നല്ല ബന്ധങ്ങളായിരിക്കില്ല ബിസിനസ്സിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരിലൂടെ ബിസിനസ്സിനുള്ള ബെനിഫിറ്റ് എന്താണ്, ഒരുപാട് സെയിൽ ഉണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള ഇതെന്ത് ചെയ്യണം, അതിലൂടെ പ്രോഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പെർസെൻറ്റേജ്, സെയിൽസിൻ്റെ ഇത്ര പെർസെൻറ്റേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമ്മീഷൻ ഉണ്ടാവും. നല്ല സെയിൽ ചെയ്യുന്ന നല്ല ബന്ധങ്ങളുള്ള പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ആ രീതിയിലൊക്കെ പ്രോഫിറ്റിനെ അപ്രോപ്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ലാസ്റ്റ് എന്താണോ പ്രോഫിറ്റ് ഉള്ളത് അത് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തൊക്കെ കൊടുക്കുന്ന അതൊക്കെ കാണിക്കുന്ന പ്രത്യേകം അക്കൗണ്ടിൻ്റെ പേരാണ് എന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന്. അതായത് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ വ്യത്യസ്ത രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് കാണിക്കുന്ന ഒരു അക്കൗണ്ടാണ് എന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു പ്രൊഫോമ നോക്കാം. എന്താണ് ഫോർമാറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നോക്കാം. ആദ്യം നമുക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക് പോകാം. ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുവന്ന് എവിടെയാണ് എഴുതേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ലോസ് ആണെങ്കിലോ അത് ഡെബിറ്റ് സൈഡിലും എഴുതുക. ഓക്കെ, ഈ പ്രോഫിറ്റിനോട് കൂടെ നിങ്ങൾ ഗ്രോസ് പ്രോഫിറ്റ് ഒക്കെ കണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് ചെയ്തിട്ട് ആ ബാലൻസ് നിങ്ങൾ ക്രെഡിറ്റ് സൈഡിൽ കൊണ്ടുവന്ന് എഴുതൂല. അതേപോലെ നെറ്റ് പ്രോഫിറ്റ് ഡെബിറ്റ് സൈഡിലാണല്ലോ എഴുതുക, അത് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഇനി ബിസിനസ്സിൽ ലോസ് ആണെങ്കിലോ നെറ്റ് ലോസ് ക്രെഡിറ്റ് സൈഡിലുണ്ടാവുക, അതെടുത്തിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതും. ഇതാണല്ലോ അതിൻ്റെ പ്രോസസ്സ്. അങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. അത് എന്തുകൊണ്ടായിരുന്നു, അതാണ് നമ്മുടെ ബാലൻസ് ആയിട്ടോ അല്ലെങ്കിൽ എമൗണ്ട് ആയിട്ടോ വരുന്നത്. പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിൽ എഴുതും, ലോസും എക്സ്പെൻസും ഒക്കെ ഈ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, രണ്ടാമത്തെ കാര്യം. പാർട്ട്നേഴ്സ് വ്യത്യസ്തമായ പാർട്ട്നേഴ്സ് ഉണ്ടാവില്ലേ ബിസിനസ്സിൽ, 1, 2, 3 പാർട്ട്നേഴ്സ് ഉണ്ടാവും. ജസ്റ്റ് നമ്മളിവിടെ ABC എന്നുള്ള രീതിയിൽ ഇൻഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുമ്പം അതെന്താണ്, ബിസിനസ്സിന് ഇങ്ങോട്ട് കിട്ടുകയാണ്. പാർട്ട്നേഴ്സ് വല്ലാതെ പിൻവലിച്ച് പോകുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ത് ചെയ്യാണ്, ബിസിനസ്സിന് പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് കിട്ടുകയാണ്. അതിനെയാണ് അതും നമുക്ക് എന്താണ്, ഇങ്കാണ്. തൽക്കാലം ഈ 2 ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറയാം, അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഡെബിറ്റ് സൈഡിലേക്ക് പോകാം.
ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താ? ബിസിനസ്സിന് ലോസ് ആണെന്നെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എവിടെ എഴുതുക? ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന എമൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നത് ഡെബിറ്റ് സൈഡിൽ. ബിസിനസ് സംബന്ധിച്ചിടത്തോളം അത് ചിലവാണ്, അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതുക. ഇനി അതേപോലെ പാർട്ട്നേഴ്സിൻ്റെ സാലറി, കമ്മീഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡിൽ എഴുതുക. ഇനി വല്ല എമൗണ്ടും മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ, ബിസിനസ്സിൽ ഷെയർ ചെയ്യാതെ മാറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ അത് റിസർവ്, ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? റിസർവ് ചെയ്തൊക്കെയാണ്. അതും നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ എഴുതും. അതായത് പ്രോഫിറ്റ് കുറക്കുകയാണ്, റിസർവ് എന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണ് എമൗണ്ട്. അപ്പോൾ ജനറൽ റിസർവ് എന്ന പേരിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും അത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നോക്കുക. ഇങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ബിസിനസ്സിൽ ഇനിയും പ്രോഫിറ്റാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കൂലേ. അപ്പോൾ നമ്മളിപ്പോൾ ഡെബിറ്റ് സൈഡ് കുറവും ക്രെഡിറ്റ് സൈഡ് കൂടുതലുമാണെങ്കിൽ, ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ്, ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിൽ അക്കൗണ്ട് ടാലി ആക്കുമ്പം ക്രെഡിറ്റ് സൈഡിലുള്ള ടോട്ടൽ എമൗണ്ട് നമ്മൾ ഇവിടെ എഴുതും. അപ്പോൾ ഡെബിറ്റ് സൈഡിലോ ഏതാണോ കൂടുതൽ ക്രെഡിറ്റ് സൈഡിലല്ലേ അതേ എമൗണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിലും കൊണ്ടുവന്ന് ചെയ്തു. അപ്പോൾ ഒരു ബാലൻസ് ഉണ്ടാവില്ലേ? ആ ബാലൻസ് യഥാർത്ഥത്തിൽ എന്താ? ക്രെഡിറ്റ് സൈഡിൽ കൂടുതലുള്ള അത്രയും എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് പാർട്ട്നേഴ്സിന് നമ്മൾ എന്ത് ചെയ്യും? ഇനി ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ക്രെഡിറ്റ്, ഇത് ശരിക്കും മനസ്സിലാക്കുക. ഈ ഡെബിറ്റ് സൈഡിലുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതി ഷെയർ ഓഫ് ലോസ് അല്ല, അത് വെട്ടണം കേട്ടോ. ഷെയർ ഓഫ് ലോസ് അല്ല, ശ്രദ്ധിക്കുക. ക്രെഡിറ്റ് സൈഡിലുള്ള ഡെബിറ്റ് സൈഡിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പം ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് AB രണ്ടാർക്കും നമ്മൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഞാൻ ഈ ഡെബിറ്റ് സൈഡിൽ എഴുതിയത് ലോസ് അല്ല, പ്രോഫിറ്റാണ്. തിരുത്തി റെഡിയാക്കിയത്. ഓക്കെ, ഇനി ഇൻ കേസ് ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവാണെങ്കിലോ നമ്മൾ ഡെബിറ്റ് സൈഡിലുള്ള ടോട്ടൽ എമൗണ്ട് എന്ത് ചെയ്യും? ആദ്യം ടോട്ടൽ ചെയ്യും, എന്ന് ക്രെഡിറ്റ് സൈഡിലും അതേ എമൗണ്ട് എഴുതും. പക്ഷേ യഥാർത്ഥത്തിൽ ക്രെഡിറ്റ് സൈഡിൽ ആ ഫുൾ എമൗണ്ട് വരുമോ? ഇല്ലല്ലോ. അപ്പോൾ ബാലൻസ് എമൗണ്ട് എന്താണ്? ലോസാണ്. ലോസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണം? അത് റെക്കോർഡ് ചെയ്യണം. അതിന് നമ്മൾ എഴുതുന്ന എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ആ ലോസ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റണം. വീണ്ടും പറയുകയാണ്, ഡെബിറ്റ് സൈഡിൽ എഴുതിയ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡ് കൂടുതലാകുമ്പം, അതായത് പാർട്ട്നേഴ്സിൽ എന്താണ് എമൗണ്ട് നല്ല കൂടുതലാണ്, അത് പ്രോഫിറ്റിൻ്റെ സൈഡാണ്, ഇൻകം ഒക്കെ എഴുതുന്ന സൈഡാണ്. അവിടെ കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിൽ ആ കുറവുള്ള എമൗണ്ട്, ഉദാഹരണം 1 ലക്ഷം രൂപ ക്രെഡിറ്റ് സൈഡിലുണ്ട്, 50,000 രൂപ ഡെബിറ്റ് സൈഡിലുണ്ട്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിലുള്ള 1 ലക്ഷം രൂപ എഴുതും, അതേപോലെ ഡെബിറ്റ് സൈഡിലും 1 ലക്ഷം എഴുതും. പക്ഷേ 50,000 ഉള്ളൂ. ബാക്കി എമൗണ്ട് 50,000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതും. അവിടെ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്നാക്കട്ടോ. ഞാൻ എഴുതി കൊടുത്ത് മിസ്റ്റേക്ക് വന്നതാണ്, അത് തിരുത്താം. ഓക്കെ, ഇത് പലതും എഴുതിയത് കോപ്പി പേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നിന്നുള്ളത് ഇതുപോലെ കോപ്പി ചെയ്യും, പിന്നെയാണ് നമ്മളത് നോക്കാൻ മറന്നു പോകുന്നത്. ഓക്കെ, അങ്ങനെ റെഡിയാക്കുക. ഇത്രയാണ് ഈ ഒരു ഇതിൽ പറയാനുള്ളത്. നിങ്ങളിപ്പോൾ ആ ഫോർമാറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു എന്നാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ്റെ 2 പാർട്ടായിട്ടാണുള്ളത്. നോക്കുക എന്തൊക്കെയാണ്. രാജൻ ആൻഡ് സാജൻ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. ഇവർ രണ്ടാവരും പാർട്ട്നേഴ്സാണ്. അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന എങ്ങനെ? 2:1. മൊത്തം 3 ഉണ്ട്, അതിൽ 2 ഭാഗം രാജനും 1 ഭാഗം സാജനുമാണ്. ദ ബാലൻസ് ഇൻ ദെയർ ക്യാപിറ്റൽ ആൻഡ് കറണ്ട് അക്കൗണ്ട് ആസ് ഓൺ 1st January 2011 വാസ് അണ്ടർ. എങ്ങനെ? ജനുവരി 1, 2011 അവരുടെ ബാലൻസ് എങ്ങനെ? ഇവർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചാണോ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചാണോ അവരുടെ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ അതിൽ എത്ര അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും? ഓർക്കുന്നുണ്ടോ? ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിലോ 1 ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചാണ് ഇവർ ചെയ്യുന്നത്. അതായത് 2 അക്കൗണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതെന്തൊക്കെയാണ്? ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് 40,000, സാജൻ്റെത് 30,000. കറണ്ട് അക്കൗണ്ടിലെ ബാലൻസ് 8,500. ക്രെഡിറ്റ് ബാലൻസ് തന്നെയാണ്. 7,000 എന്തുണ്ട് വരുന്നുണ്ട്. 2ഉം എമൗണ്ട് കാണിച്ചു. അപ്പോൾ നമ്മൾ ഇങ്ങനെ പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം? ഫിക്സഡും കറണ്ടും 2ഉം എന്ത് ചെയ്യണം? സെപ്പറേറ്റ്. കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും സെപ്പറേറ്റ് 2 പേർക്കും മെയിൻറ്റെയിൻ ചെയ്യണം. എന്താ ക്വസ്റ്റ്യനിൽ പറയണത് നോക്കുക, എന്താ ഉണ്ടാക്കാൻ പറഞ്ഞു. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് ദാറ്റ് രാജൻ ഈസ് ടു ബി പെയ്ഡ് എ സാലറി അറ്റ് ദ റേറ്റ് ഓഫ് 400 per month.
അതായത് രാജൻ എന്ത് ചെയ്യണം, 400 രൂപ മാസത്തിൽ സാലറി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാജൻ എന്ത് ചെയ്യണം, സാലറി കൊടുക്കണം. ശരിയല്ലേ? ഓക്കെ. ആൻഡ് സാജൻ ഈസ് ടു ഗിവൺ എ കമ്മീഷൻ ഓഫ് ₹3,500 ഫോർ ദ ഇയർ. രാജന് മാസത്തിൽ 400 രൂപയാണെങ്കിൽ സാജന് കമ്മീഷൻ ഒരു വർഷത്തിൽ 3,500 രൂപ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്തത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി അലൗഡ് അറ്റ് ദ റേറ്റ് ഓഫ് 8% പെർ ആനം. ക്യാപിറ്റലിൻ്റെ മേലിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. എത്ര ശതമാനമാണ്? 8% പെർ ആനം. ഒരു വർഷത്തിൽ 8% കൊടുക്കണം എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നോക്കാം, എന്താണ്, ദ ഡ്രോയിങ്സ് ഓഫ് രാജൻ ആൻഡ് സാജൻ ഫോർ ദ ഇയർ വേർ ₹400. ഡ്രോയിങ്സ് 400 ആണ് ആൻഡ് 1,500 റെസ്പെക്റ്റീവ്ലി. രാജൻ്റെയും സാജൻ്റെയും ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1,500 രൂപയാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും പറയുന്നുണ്ട്. രാജൻസ് ഡ്രോയിങ്സിൻ്റെ മേലുള്ള ഇൻട്രസ്റ്റ് എത്ര? 125 രൂപ. ഓൺ സാജൻസ് ഡ്രോയിങ്സ്, സാജൻ്റെ ഡ്രോയിങ്സിൻ്റെ മേലിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്ര? 75 രൂപയാണ്. അത്രയും പറഞ്ഞിട്ടുണ്ട്. ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ബിഫോർ മേക്കിംഗ് ദീസ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? ആ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എത്ര? 16,400 ആണ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അനുസരിച്ച്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അനുസരിച്ചുള്ള പ്രോഫിറ്റ് 16,400 ആണ്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആൻഡ് കറണ്ട് അക്കൗണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ആൻഡ് കറണ്ട് അക്കൗണ്ട് ഉണ്ടാക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കണം, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കണം. ഞാനിവിടെ ചെയ്യുക എന്താണെന്നറിയോ? ഞാനിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കും. നിങ്ങൾ രാജൻ്റെയും സാജൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കണം, രാജൻ്റെയും സാജൻ്റെയും കറണ്ട് അക്കൗണ്ട് ഉണ്ടാക്കണം. ഞാനിവിടെ എന്തേ ചെയ്യുള്ളൂ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഉണ്ടാക്കുള്ളൂ. ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരികയാണ് വേണ്ടത് കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അല്ലേ. എത്രയാണ് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള പ്രോഫിറ്റ് എത്രയെന്നാണ് പറഞ്ഞത്? അതാണ് നമ്മൾ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റ്. അതായത് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേയുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള പ്രോഫിറ്റ് അത് എത്രയെന്ന് ക്വസ്റ്റ്യനിൽ പരതി കണ്ടുപിടിക്കുക. അത് എത്ര? 16,400 ആണല്ലേ. അത് നമ്മൾ എവിടെ എഴുതും? പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ എവിടെ എഴുതാന്ന് പറഞ്ഞേ? ഫോർമാറ്റ് ഒന്ന് നോക്ക്. 16,400 ക്രെഡിറ്റ് സൈഡിൽ എന്താ എഴുതുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 16,400 എഴുതും. ഓക്കെ ആണോ? ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്താ എഴുതാനുള്ളത്? നിങ്ങൾക്ക് 2 രീതി ചെയ്യാം. ക്രെഡിറ്റ് സൈഡിൽ എഴുതണമെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സാലറിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. രാജൻ്റെ സാലറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. രാജൻ്റെ സാലറി എത്ര? 400 രൂപ. ഒരു മാസത്തിന് 400 രൂപ വെച്ചാണെങ്കിൽ 400 × 12 മാസമല്ലേ, 4,800. അപ്പോൾ രാജൻ്റെ സാലറി എഴുതി. ഇനി സാജൻ്റെ കമ്മീഷനെ പറ്റിയാണല്ലേ പിന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഒന്ന് നോക്കൂ ക്വസ്റ്റ്യന് 3,500. അപ്പോൾ സാലറി എവിടെ എഴുതിയേ? ഡെബിറ്റ് സൈഡിൽ. എക്സ്പെൻസ് അല്ലേ? ഈ പ്രോഫിറ്റിനെ കുറക്കുന്ന സാധനമല്ലേ, നിലവിൽ കിട്ടിയ പ്രോഫിറ്റിനെ കുറക്കുന്ന സാധനമല്ലേ. അതായത് എക്സ്പെൻസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സാലറി കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് സൈഡിൽ എഴുതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെയെന്നല്ലേ നമ്മൾ പറഞ്ഞേ. ഇനി കമ്മീഷനെ പറ്റിയാണ് പറഞ്ഞത്. കമ്മീഷൻ എത്ര? കമ്മീഷൻ 3,500 ഒരു വർഷത്തിന്. ഇനി അത് 12 കൊണ്ട് ഗുണിക്കാൻ നിൽക്കണ്ട. നേരത്തെ 400 × 12 നമ്മൾ ചെയ്ത് 4,800 ആയത്. പക്ഷേ ഇതൊരു ഫോർ എ ഇയർ ഒരു വർഷത്തിനുള്ളതാണ്. അങ്ങനെ 3,500 നമ്മൾ എഴുതി. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഏതിൻ്റെ മേലാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അല്ലേ. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള എമൗണ്ട് എത്ര നോക്കുക, അതിനാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. അതെത്ര? രാജൻ്റെത് 40,000 രൂപ ഉണ്ട്. അപ്പോൾ 40,000 × 8%. ഇതും ബിസിനസ്സിന് എക്സ്പെൻഡിച്ചറാണ്, എക്സ്പെൻസ് ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ തന്നെ എഴുതണം. 40,000 × 8% എന്ന് എഴുതുക. ഇനി സാജൻ്റെത് എത്ര? 30,000 അല്ലേ ക്വസ്റ്റ്യനിൽ തന്നെ. 30,000 × 8 ഹരിക്കണം 100 ചെയ്തു. അത് 3,200 2,400 ടോട്ടൽ 5,600 എഴുതി. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ ഡ്രോയിങ്സിനെ എഴുതൂല. നിങ്ങൾ ഡ്രോയിങ്സ് എവിടെ എഴുതുക? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് എഴുതുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതും. ഡ്രോയിങ്സ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ചിലവല്ല. അതെന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൽ നിന്ന് പിൻവലിച്ച പൈസയാണ്. ക്യാപിറ്റൽ കുറയ്ക്കുക ചെയ്യുക. എന്നാൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇങ്കാണ്.
വരുമാനമാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് മാത്രം എന്ത് ചെയ്യും, രണ്ട് പേർക്കും എമൗണ്ട് തന്നിട്ടുണ്ട് 125, 75. ഇതൊക്കെ നിങ്ങളിപ്പോൾ കൃത്യമായി എഴുതി വെച്ചില്ലേ. അതെവിടെ എഴുതുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടുകയാണല്ലേ ബിസിനസ്സിന്. അപ്പോൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഡ്രോയിങ്സ് ഇവിടെ വരൂല, പ്രത്യേകം ശ്രദ്ധിക്കുക, ഡ്രോയിങ്സ് ഇവിടെ വരൂല. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ കുറക്കുന്ന സാധനമാണ്. പ്രോഫിറ്റ് കുറയോ, ഒരാൾ ബിസിനസ്സിന് ഡ്രോയിങ്സ് എടുത്ത് പോയി പിൻവലിച്ച് പോയി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കുറയോ ഇല്ല. എന്ന് മാത്രമല്ല +1 നിങ്ങൾ ചെയ്തപ്പം ഡ്രോയിങ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതിയിരുന്നോ ഇല്ല, ബാലൻസ് ഷീറ്റിൽ കുറക്കൽ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ഓർക്കുന്നുണ്ടോ? ഓക്കെ, ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൽ നിന്ന് കുറക്കും, അത് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യും, കുറക്കും. ബാലൻസ് ഷീറ്റ് ഇതിൽ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളോട് പറയുന്നില്ല. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതും. അത് നിങ്ങൾ മുമ്പ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങളൊന്ന് എഴുതിയതൊക്കെ ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കൂ. 16,400 ക്രെഡിറ്റ് സൈഡിൽ, അതുപോലെ 200 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ 16,600 ക്രെഡിറ്റ് സൈഡിൽ വരുന്നുണ്ട് അല്ലേ. ഇനി ഡെബിറ്റ് സൈഡ് ഒന്ന് നോക്കൂ. ഡെബിറ്റ് സൈഡിൽ എത്രയുള്ളത്, 4,800 ഉണ്ട്, 3,500 ഉണ്ട്, 5,600 ഉണ്ട്. എത്ര, 13,900 ഉള്ളൂ. 16,600 മൈനസ് 13,900 എത്ര വരുന്നത്, 2,700. ഈ 2,700 എന്നാൽ ഇനി ബിസിനസ്സിലെ പ്രോഫിറ്റാണ്. ഈ പ്രോഫിറ്റ്, അതായത് എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കിയുള്ള പ്രോഫിറ്റ്, ഈ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് എന്തെയും വീതിച്ചു കൊടുക്കും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡെബിറ്റ് സൈഡ് കുറവും ക്രെഡിറ്റ് സൈഡ് കൂടുതലുമാണ്. അപ്പോൾ 2,700 എവിടെ എഴുതണ്ടേ, ഡെബിറ്റ് സൈഡിലായതുണ്ട്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് രാജൻ സാജൻ എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതുക, പ്രോഫിറ്റ് എത്ര ഉണ്ടോ അതിനെ 3 ഭാഗമാക്കിയിട്ട് 2 ഭാഗം രാജനും 1 ഭാഗം സാജനും കൊടുക്കും. അപ്പോൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 2,700 ഹരിക്കണം 3 ഭാഗമാക്കി ഇൻറ്റു 2 ഭാഗം കൊടുത്തു. 1,800 ആർക്കാണ്, രാജന്. ഇനി മറ്റേ ആൾക്ക് ചെയ്യാം. എത്ര, 2,700 ഹരിക്കണം 3 ഗുണിക്കണം 1 ചെയ്താൽ 900 കിട്ടും. അങ്ങനെ 2 പേർക്കും 2:1 വീതിച്ചു കൊടുത്തു. ഇങ്ങനെ എന്ത് ചെയ്തു, ടാലിയായി. ഇതാണ് പാർട്ട്നേഴ്സിൻ്റെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുന്ന രീതി. ഇനി പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കണം. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തൊക്കെ എഴുതണം ശരിക്കും നോക്കുക. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പം അത് ഫിക്സഡ് ആണ്, മാറൂല. അപ്പോൾ ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 40,000 മാത്രം എഴുതുക, അതുപോലെ 30,000 മാത്രം എഴുതുക. 2 പേർക്കും ക്ലോസ് ചെയ്യുക. ബാലൻസ് ബ്രോഡ് ഓൺ എഴുതുക, അതുപോലെ ഇപ്പുറത്ത് അത് ക്യാരി ഡൗൺ ചെയ്തിട്ട് കളയുക. 2ഉം എഴുതുക. കറണ്ട് അക്കൗണ്ടിലാണ് എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുക. നമ്മൾ നേരത്തെ പഠിച്ചതാലേ, അങ്ങനെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് അക്കൗണ്ടിൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യും. കറണ്ട് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ വരിക, കറണ്ട് അക്കൗണ്ടിൽ ആദ്യം കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആ 2 എമൗണ്ട് എടുത്ത് എഴുതുക. കറണ്ട് അക്കൗണ്ടിൻ്റെ ഓർക്കുന്നുണ്ടോ, മേൽഭാഗത്തിൽ ഫസ്റ്റ് പിന്നെ ഒരു ചാർട്ടിൽ അല്ലെങ്കിൽ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട് കറണ്ട് അക്കൗണ്ട് 2 എമൗണ്ട്, അത് എഴുതുക. അതിനുശേഷം ക്രെഡിറ്റ് സൈഡിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കൂടുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. ഡെബിറ്റ് സൈഡിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കുറയുന്നതൊക്കെ എഴുതുക. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ സ്ഥിതിക്ക് അതിന്ന് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ നോക്കുക, ക്രെഡിറ്റ് സൈഡിൽ ഇപ്പോൾ എന്തൊക്കെ നമ്മൾ എഴുതണ്ടേ, ആദ്യം ബാലൻസ് എഴുതണം എന്ന് പറഞ്ഞു. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ ഒരാൾക്ക് സാലറി ഉണ്ട്, ഒരാൾക്ക് കമ്മീഷനും ഉണ്ട്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ഡെബിറ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ബിസിനസ്സിന് എക്സ്പെൻസ് ആണെങ്കിൽ പാർട്ട്നേഴ്സിന് അതെന്താണ്, വരുമാനമാണ്. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കൂടുക ചെയ്യുക. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ സാലറി ഇല്ലാക്ക് സാലറി എഴുതുക. സാജനാണ് സാലറി, അല്ലെങ്കിൽ രാജനാണ് സാലറി, പിന്നെ സാജൻ എന്താണ്, കമ്മീഷനാണ്. അത് 2 പേർക്കും 2 അക്കൗണ്ടിൽ പോയി എഴുതുക. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവർക്ക് കിട്ടുന്ന എമൗണ്ടാണ്. അപ്പോൾ ആ എമൗണ്ട് 2 എഴുതുക, അവരുടെ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ എഴുതുക. അതുപോലെ ഇനി എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്ത് ഡ്രോയിങ്സ് ഇതിലുണ്ട്. അത് എവിടെ ഇല്ല, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആദ്യം എടുത്തോളൂ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആദ്യം എടുക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറഞ്ഞാൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കുറക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് അത് എഴുതുക. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാട്ടോ. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ് ആ കാര്യം, ഡ്രോയിങ്സ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കുറക്കുന്ന സാധനമാണ്. അപ്പോൾ ആ എമൗണ്ട് 2 പേരത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതുക. ഓക്കെ, ഇനി ഒരു സാധനം ഉണ്ട്. എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലെ പ്രോഫിറ്റ് ഉണ്ടല്ലേ, ആ എമൗണ്ട് ആർക്കുള്ളതാണ്, പാർട്ട്നേഴ്സിനുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം,
അത് അവർക്ക് രണ്ടുപേർക്കും നമ്മൾ വീതിച്ചു കൊടുത്ത എമൗണ്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, അതേ കറക്റ്റ് എമൗണ്ടിൽ അതും എഴുതി റെക്കോർഡ് ചെയ്ത് വെക്കുക. അങ്ങനെ ഒരാൾക്ക് 1800 മറ്റേയാൾക്ക് 900 അതും എഴുതി വെക്കുക. ഇതോടുകൂടി നമ്മൾ ഇത് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി. ഇതാണ് രീതിയിലെ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ കോലൊന്ന് ഞാൻ ഇതുവരെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. ഇനി ഞാൻ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന്. ഈ ഭാഗം ഒന്ന് നോക്കൂ. നമ്മൾ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ 16,400 എഴുതി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്രെഡിറ്റ് സൈഡിൽ ഓരോരുത്തരും സെപ്പറേറ്റ് എഴുതിയിട്ട് ഈ ഔട്ടർ കോളത്തിലേക്ക് കൊണ്ടുവന്നു 200. അത് ടോട്ടൽ ചെയ്യുമ്പോൾ 1600 ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ നോക്കൂ, സാജൻ്റെ സാലറി കൊടുത്തിട്ടുണ്ട്, രാജൻ്റെ സാലറി കൊടുത്തിട്ടുണ്ട്, രാജൻ്റെ കമ്മീഷനും കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ രണ്ടുപേരതും സെപ്പറേറ്റ് എങ്ങനെ കാണുക അത് കണ്ടിട്ട് 5,600 അതും കൊടുത്തിട്ടുണ്ട്. ബാക്കി 2,700 എന്ത് വരുന്നുണ്ട് കാണുന്നുണ്ട് അല്ലേ. ബാക്കി എന്താ അവസ്ഥ, ബാക്കി 16,600 ഡെബിറ്റ് സൈഡിലും ഉണ്ട്, ക്രെഡിറ്റ് സൈഡിലുണ്ട്. 16,600 ക്രെഡിറ്റ് സൈഡിലല്ല, ബാലൻസ് 2,700 ഉണ്ട്. ഈ 2,700 പാർട്ട്നേഴ്സിന് നമുക്ക് എന്ത് ചെയ്യണം, വീതിച്ചു കൊടുക്കണം. എങ്ങനെ വീതിച്ചു കൊടുക്കുക, അതെ രാജനും സാജനും, രാജന് അതിന് 3/1, മറ്റേയാൾക്ക് രാജന് 2/1, മറ്റേയാൾക്ക് 3/2, സാജന് എത്രയാണ് 3/1. അത് നമ്മൾ വീതിച്ച് 2,700 അങ്ങനെ വീതിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. ഇത് ഒക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ശേഷം എനിക്ക് പാർട്ട്നേഴ്സിൻ്റെ രണ്ടാളുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, അത് ചെയ്യുക. രണ്ടാളുടെയും കറണ്ട് അക്കൗണ്ട് ഉണ്ട്, അതും ചെയ്യാം. ഒറ്റൊന്നിൽ ചെയ്താൽ മതി. എമൗണ്ട് കോൾ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെ എന്ത് ചെയ്യാം. ഓക്കെ. ഇനിയല്ല പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 2 2ആയിട്ട് വരക്കുക, കറണ്ട് അക്കൗണ്ട് 2 2ആയിട്ട് വരച്ച് അങ്ങനെയും ചെയ്താൽ മതി. എങ്ങനെ ചെയ്താലും എനിക്ക് ആൻസർ ഷെയർ ചെയ്ത് തരാം. ഓക്കെ. അപ്പോൾ തൽക്കാലം നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചിട്ടുണ്ട്. നോട്ട്സൊക്കെ 9 മണിക്ക് മുമ്പ് ഷെയർ ചെയ്യുക. നിങ്ങൾ എക്സാം ഒന്നും പല ആളുകൾ എഴുതിയിട്ടില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ലോക്ക്ഡൗൺ അങ്ങനെ കംപ്ലീറ്റ് ആവും. നിങ്ങളുടെ ക്ലാസ് അങ്ങനെ വേറൊരു വഴിക്കും പോകും. കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. ഒരുപാട് ഫോളോ അപ്പ് ആക്ടിവിറ്റി ഒക്കെ വളരെ കുറച്ച് ആളുകളെ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഞായറാഴ്ച നമ്മൾ സൂം മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട് 3 മണിക്ക് അല്ലേ, സൂമല്ല ഗൂഗിൾ മീറ്റിൻ്റെ. അപ്പം 3 മണിക്ക് എല്ലാവരും റെഡി ആവുക. ഫോളോ അപ്പ് ആക്ടിവിറ്റീൻ്റെ ഡീറ്റെയിൽ ഒക്കെ എടുത്തിട്ടായിരിക്കും ഞങ്ങൾ ഓരോ അധ്യാപകരും നിങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ടാവുക, ഇൻറ്ററാക്ഷൻ ഉണ്ടാവുക. അപ്പോൾ എന്താ ചെയ്യുക, അതിൽ കറക്റ്റ് ഫോളോ ചെയ്യുക, അതിൽ വരിക, നമുക്ക് സംസാരിക്കുക. കാര്യങ്ങൾ എന്താണ്, നിങ്ങളെ പ്രശ്നങ്ങൾ എന്താണ്, അതൊക്കെ നമുക്ക് ഇതിൽ ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കണം. ഓക്കെ. അപ്പോൾ തൽക്കാലം ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.